യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2024 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ കൊലക്കളത്തിൽ യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഭവങ്ങൾ അത്രേ പരസ്യമായി ഇവിടെ കടന്നു വന്ന യേശുവിൻ്റെ സാക്ഷിയാകുവാൻ ഞങ്ങളെ സഹായിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് കാണുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ കണ്ണുനീരണിയിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ വാർത്തകൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് വിടുതൽ തരുന്ന, നമുക്ക് ആശ്വാസം തരുന്ന ഒന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവും ദൈവത്തിന്റെ വചനവും മാത്രമേ. ലോകത്തിലേക്ക് നോക്കിയ ആളുകളുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളും വേദനകളും വരുമ്പോൾ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്താൽ നിന്റെ ആത്മാവ് യാതന അനുഭവിപ്പാൻ ഇടയാകും. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മണ്ണാകുന്നു. മണ്ണാകുന്ന മനുഷ്യൻ മണ്ണിലേക്ക് തിരികെ ചേരും. എന്നാൽ നിന്റെ ശരീരത്തിരിക്കുന്ന ഈ ആത്മാവ് വിലപ്പെട്ട ഒന്നാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുക, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോക ജീവിതത്തിൽ നമ്മുടെ മണ്ണാകുന്ന ശരീരം, നമ്മുടെ പുറമെയുള്ള ശരീരം എത്ര മോടി പിടിപ്പിച്ച് കൊണ്ടു നടന്നാലും നമ്മുടെ ശരീരത്തിരിക്കുന്ന ഈ ആത്മാവ് പോയാൽ അത് ശൂന്യമായി തീരുന്നു. ശ്വാസം താഴേക്ക് ഇട്ടാൽ മുകളിലേക്ക് വലിക്കാൻ പറ്റിയില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ തീർന്നു പോയി. എന്നാൽ ദൈവവചനത്തിലെ ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ദൈവവചനത്തിലെ ഒരു ധനവാനായ ഒരു മനുഷ്യനെ കുറിച്ച്, ലാസർ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചും ദൈവവചനം പറയുന്നു. ധനവാനായ മനുഷ്യൻ ഈ ലോകത്ത് എല്ലാവിധമായ സുഖ സൗകര്യങ്ങളോടുകൂടെ ജീവിച്ചു. പട്ടുവസ്ത്രം ധൂമവസ്ത്രമൊക്കെ ധരിച്ച് വലിയ ആഡംബരത്തോടെ ജീവിച്ചൊരു മനുഷ്യനാണ് ധനവാൻ. ഈ ധനവാന്റെ ജീവിതത്തിൽ അവൻ ദൈവമില്ലാത്തവനെ പോലെ ജീവിച്ചു. എന്നാൽ ആ ധനവാൻ ഈ ലോകത്ത് എങ്ങനെയെല്ലാം സുഖത്തോടെ ജീവിക്കാവോ അങ്ങനെ ജീവിച്ച മനുഷ്യനാണ് ധനവാൻ. ഈ ധനവാന്റെ ജീവിതം ഇങ്ങനെ പ്രയാണം ചെയ്ത് കടന്നു പോകുന്ന മാത്രമേ അവൻ മരണത്തിന് കീഴടങ്ങുവാൻ ഇടയായി. എന്നാൽ അതേപോലെ തന്നെ ലാസർ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുക. ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ദൈവഭക്തിയോടെ ജീവിച്ചു പോന്ന മനുഷ്യനായിരുന്നു. അവന്റെ ശരീരമൊക്കെയും വ്രണങ്ങൾ നിറഞ്ഞിരുന്നു. നായ്ക്കൾ വന്ന് അവന്റെ ശരീരം നക്കിയതായിട്ട് ദൈവവചനം പറയുകയാണ്. മാത്രവുമല്ല, ഈ ലോകത്തൊരു ജീവിതമല്ല, നിത്യമായൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിച്ച വ്യക്തിയാണ് ഈ ലാസർ. അവന്റെ ജീവിതത്തിൽ ധനവാന്റെ മേശയ്ക്ക് അരികിൽ വീഴുന്ന അപ്പ കഷ്ണങ്ങൾ പറിക്കി തിന്ന് ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഈ ലാസർ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ അതുപോലെ വ്യക്തിക്ക് കിട്ടിയതായിട്ട് ദൈവവചനം പറയുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, അവന്റെ പടിപൊഴിക്കലായിരുന്നു വാസം. ഒരു സുപ്രഭാതത്തിൽ ഈ വ്യക്തി ലോകത്തിൽ നിന്ന് മൺമറഞ്ഞ് കടന്നു പോകാനിടയാ. രണ്ടുപേർ